യഥാർത്ഥമായി വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ലക്ഷ്യം ആയിരിക്കണം എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ പലർക്കും ഈ ലക്ഷ്യം ഇല്ല. ഈ ലക്ഷ്യത്തിലേക്ക് പലരും ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല എന്നത് അവരുടെ ജീവിതം കൊണ്ട് അവർ തെളിയിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഏതെങ്കിലും ഒരു സഭയിൽ അവർ അംഗത്വമെടുത്ത് ദൈവത്തെ ആരാധിക്കുന്നു. ചിലരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷീകരണം മാത്രമാണ്. ഏതു വിധേനയും ചിലരെ നേടേണ്ടതിന് അവർ കഠിനാധ്വാനം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ സുവിശേഷീകരണം മാത്രം അല്ല നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറഞ്ഞത് കർത്താവ് തന്നെയാണ്. ചിലരുടെ ലക്ഷ്യം കർത്താവിനെ എപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുക, ഉറക്കെ പാട്ടുപാടുക, പുതുഭാഷകളിൽ സംസാരിക്കുക. കൂടുതൽ ഭാഷകളിൽ സംസാരിച്ചാൽ അത് ഭാഗ്യമായിട്ട് അവർ കരുതുന്നു. ചിലരുടെ ലക്ഷ്യം കൃപാവരങ്ങൾ പ്രാപിക്കുക എന്നുള്ളതാണ്. അത്ഭുതങ്ങൾ നടത്തുക, വീര്യപ്രവൃത്തികൾ ചെയ്യുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഇതൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമായി ലക്ഷ്യമായി കണ്ടുകൊണ്ട് അനേകർ ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ ഇതിനപ്പുറത്ത് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ക്രിസ്താനുരൂപരായി ജീവിക്കണം എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്വർഗത്തിൽ ചെന്ന് യേശുവിനെ പോലെ ജീവിക്കുക എന്നതല്ല ഇവിടെ പറയുന്നത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് നാം മാറുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. രക്ഷിക്കപ്പെട്ടിട്ടും പഴയ പാപസ്വഭാവങ്ങൾ ഇന്നും തുടരുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടും അസൂയയ്ക്കും കോപത്തിനും അഹങ്കാരത്തിനും നിഗളത്തിനും ഉന്നതഭാവത്തിനും നമ്മിൽ ഒട്ടും വ്യത്യാസം വന്നിട്ടില്ല എങ്കിൽ നമ്മളെങ്ങനെ ക്രിസ്താനുരൂപരായി എന്നവകാശപ്പെടുവാൻ സാധിക്കും? ബൈബിൾ പഠിപ്പിക്കുന്നു, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവം മുൻ നിയമിക്കുന്നു, അവരെ ദൈവം വിളിക്കുന്നു, വിളിക്കുന്നവരെ നീതീകരിക്കുന്നു, നീതീകരിക്കപ്പെടുന്നവരെ തേജസ്കരണത്തിലേക്ക് കർത്താവ് നടത്തുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക, ഇതായിരിക്കണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളും കാണേണ്ടത്. അതിനപ്പുറത്തുള്ളതെല്ലാം നാം വിട്ടുകളയണം എന്നല്ല അർത്ഥമാക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ പ്രധാനപ്പെട്ടതും അപ്രധാനപ്പെട്ടതുമായ കാര്യങ്ങളുണ്ട്. നാം ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായിട്ട് മാറണം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കണം. അപ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കണം, ഉറക്കെ പാടണം, ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് നാം സുവിശേഷം പങ്കുവയ്ക്കണം. അങ്ങനെ അതെല്ലാം നടന്നുകൊണ്ടേയിരിക്കണം. എങ്ങനെ ആണ് നമുക്ക് ക്രിസ്താനുരൂപരായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നത്? അതിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ടെസ്റ്റുകൾ അനുവദിക്കുന്നത്, പരിശോധനകൾ അനുവദിക്കുന്നത്. നമുക്ക് പഴിയും ദുഷിയും നിന്ദയും അനുഭവിക്കുവാൻ ദൈവം സാഹചര്യങ്ങൾ, അവസരങ്ങൾ ഒരുക്കുന്നത്.
പ്രതികൂലങ്ങൾ സംഭവിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാനുള്ള ഒരു കളരിയായിട്ട്, ഒരു പരിശീലന കളരിയായിട്ട് നാം കാണണം. കഷ്ടങ്ങൾ നമ്മെ തികഞ്ഞവനാക്കി തീർക്കും. ക്രിസ്തു താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായി എന്ന തിരുവെഴുത്തിലുണ്ട്. അതുകൊണ്ട് ഓരോ പ്രതിസന്ധികളും, ഓരോ തീച്ചൂളയുടെ അനുഭവങ്ങളും നമ്മളിലുള്ള പാപസ്വഭാവത്തെ തകർത്ത് കളഞ്ഞ്, ജഡസ്വഭാവത്തെ തകർത്ത് കളഞ്ഞ്, പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിനെ ധരിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം കഷ്ടതയിൽ ആകുന്നത് ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കുന്നതിന് ഇടയാകണം. ദൈവം അനുവദിച്ച കഷ്ടങ്ങൾ, അതിൽ നിന്ന് നാം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഓരോ കഷ്ടങ്ങളും ഓരോ പരിശോധനകളും കഴിയുമ്പോൾ താഴ്മ നമ്മളിൽ വർദ്ധിച്ചിട്ടുണ്ടോ? നിഗളം കുറഞ്ഞിട്ടുണ്ടോ? ദൈവാശ്രയം കൂടിയിട്ടുണ്ടോ? ഈ ലോകത്തിലെ വസ്തുവകകളോടുള്ള നമ്മുടെ ഭ്രമം, ആർത്തി കുറഞ്ഞിട്ടുണ്ടോ? ദൈവസ്നേഹം നമ്മളിൽ പെരുകിയിട്ടുണ്ടോ? ഇതൊക്കെ നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടണം എന്നുള്ളത് തന്നെയാണ്. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ തന്നെ ജീവിതത്തെ ക്രമീകരിപ്പാൻ കർത്താവ് സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.